ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, അതായത് ഈ ലീഗ് ഒരു പരിധിവരെ തർക്കത്തിലാണെന്ന് കേൾക്കുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പരസ്യമായി വി ഡി സതീശൻ ചോദിച്ചതിനോട് ലീഗിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടെന്ന് കേൾക്കുന്നു. ഇനി ലീഗിൻ്റെ നേതൃത്വം, അതായത് ലീഗിൻ്റെ റിമോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലോ, അങ്ങനെ വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും. ഒന്ന്, കേരളത്തിലെ രണ്ട് മുഖ്യധാരാ മുന്നണികളും വളരെ വലിയ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, ഇത്തരം വേദികളിൽ വന്ന് മതേതരത്വവും ധാർമ്മികതയും പ്രസംഗിക്കുകയും ഇരുട്ടിന്റെ മറവിൽ ഇത്തരം സഖ്യകക്ഷികളുമായി പ്രത്യക്ഷവും പരോക്ഷവുമായി ചങ്ങാത്തത്തിലേർപ്പെട്ട് മാത്രമേ ഈ രണ്ട് മുന്നണികൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതൊരു പച്ച പരമാർത്ഥമാണ്. നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വന്ന് നമ്മളോട് ഉപദേശിക്കുന്നതും പറയുന്നതും വാക്കുകൾ എന്തൊക്കെയാണ്? ജനാധിപത്യവും മതേതരത്വവും കോൺഗ്രസിന്റെ കോർ ആശയമാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ല സർ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മതേതരവും ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണോ? മനോഹരമായി വാണിമേൽ സാറ് പറഞ്ഞതാണോ മുസ്ലിം ലീഗ്? 1906 മുസ്ലിം ലീഗ് രൂപപ്പെടാനിടയായ പശ്ചാത്തലം ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യമായി പരിഗണിക്കണമെന്നും ഇത്തരം വിഭാഗങ്ങളെ ചേർത്ത് നിർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നുവോ? ഈ മുസ്ലിം ലീഗ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ വിഭജിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിലല്പമെങ്കിലും അപകടം കോൺഗ്രസും മുസ്ലിം ലീഗും കണ്ടുവോ? ഉത്തര ഭാരതത്തിലെ നദികളെ മുഴുവൻ മനുഷ്യ രക്തം കൊണ്ട് ചുവപ്പിക്കുന്ന ഈ രാജ്യത്തിൽ രക്തപങ്കിലമായ വിഭജനം മുന്നോട്ട് വെച്ചപ്പോൾ ആ വിഭജനവാദത്തെ ചെറുക്കുന്നതിനും എതിർക്കുന്നതിനും നിങ്ങൾക്ക് സാധിച്ചുവോ? ലീഗ് 1906 ആഗാഖാൻ രൂപീകരിച്ച മതാധിഷ്ഠാനത്തിൽ രാജ്യം വിഭജിച്ച തീരുമാനം തെറ്റായിരുന്നു എന്ന് ഈ വേദിയിലെങ്കിലും എന്റെ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് ചെയ്യുന്നവർ തുറന്നു പറയുമോ? ഈ മുസ്ലിം ലീഗ് 47 വിഭജനവാദത്തെ മുന്നോട്ട് വെച്ചപ്പോൾ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് വിശ്വസിച്ചിരുന്നതിനെ CPM-ന്റെയും കോൺഗ്രസിന്റെയും പൂർണ്ണമായ പിന്തുണയോടെയല്ലേ അത് പിന്നീട് നേടിയെടുത്തത്? ആ താല്പര്യവും മതാധിഷ്ഠാനത്തിൽ അധിഷ്ഠിതമായ ചിന്താധാരകളെയും ലീഗ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നെ കോൺഗ്രസ് പ്രതി സമ്മതിക്കുമോ? ഞാൻ അദ്ദേഹത്തിനെ ക്ഷമാപൂർവ്വം ക്ഷണിക്കുന്നു. സർ, കാസർഗോഡ് തെരുവീതിയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യത്തിൽ വിളിച്ച യോഗത്തിൽ പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം എന്റെ സുഹൃത്ത് രജിക്ക് ഓർമ്മയുണ്ടോ? എന്താണ് വിളിച്ചത്? അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കും. എന്റെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിയോട് ഞാൻ ചോദിക്കുന്നു, ഇത് മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന മുദ്രാവാക്യമാണോ? അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കും. തീർന്നില്ല. 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ഞാൻ കോഴിക്കോട്ടുകാരനാണ് റജി. കോഴിക്കോട് കടപ്പുറത്തുള്ള ലീഗിന്റെ എല്ലാ മുദ്രാവാക്യങ്ങളിലും പൊതുയോഗങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. 1921 ഊരിയ കത്തിയുടെ പ്രസക്തി 2026 എന്താണെന്ന് റജി വിശദീകരിക്കുമോ? ആ കത്തി നിങ്ങൾ ഓർക്കണം, 1921 RSS രൂപീകരിച്ചിട്ടില്ല. സാമ്രാജ്യത്വത്തിനെതിരാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ സംസ്കാരവുമല്ല ഉള്ളത്. ഇതേ കോഴിക്കോട്ട് വെച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ മുസ്ലിം ലീഗിന്റെ പ്രകടനത്തിൽ ഒരു ലീഗിന്റെ ഉന്നത നേതാവ് വീണ എന്ന് പറയുന്ന സ്ത്രീയുമായി റിയാസ് എന്ന ചെറുപ്പക്കാരന്റെ വിവാഹം കേൾക്കണം നിങ്ങൾ. ഒരു പൊതുവേദിയിൽ വെച്ച്, രാഷ്ട്രീയ വേദിയിൽ വെച്ച് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പ്രസംഗമാണ്. കോഴിക്കോട് വെച്ച് ലീഗ് വിളിച്ച മുദ്രാവാക്യമാണ്, അല്ലെങ്കിൽ അതിനകത്ത് പൊതുയോഗത്തിൽ പരസ്യമായി പ്രസംഗിച്ച വാചകമാണ്. വീണയെ റിയാസ് വിവാഹം കഴിച്ചത് വ്യഭിചാരമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്ന വിവാഹമല്ല. മറ്റൊരു നേതാവ്, ഒരു MLA, അഴീക്കോട് MLA, മതമാണ് 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 മതം തന്നെയാണ് ഞങ്ങൾക്ക് പ്രശ്നം. ഒരു മറയുമില്ലാതെ അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നം, അതിനപ്പുറത്ത് യാതൊരു വിഷയവും ഞങ്ങൾക്കില്ല. ഇത് പരസ്യമായി പറയുന്ന ലീഗിനൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് ആലങ്കാരികമായിട്ട് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ആരുടെയും വോട്ട് സ്വീകരിക്കും. ഒന്ന് തുറന്നു പറയുമോ? ഇത് നിങ്ങളുടെ RSSന്റെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾ പറയുമോ? PDPയുടെ വോട്ട് RSSന് തുല്യമാണെന്ന് പറയുന്നവർ,
SDP-യും RSSും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് പറയുന്നവർ ഈ വാദത്തെ സ്വീകരിക്കുമോ? ഇനി എന്റെ മറ്റൊരു ലീഗിന്റെ സുഹൃത്ത് പറയുന്നത് കേട്ടു, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. സർ, ഞാൻ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഇരു കൂട്ടരും വെൽഫെയർ പാർട്ടിയുടെ കൊടി കൂട്ടിക്കെട്ടി അവിടുത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ വന്നതും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണു കെട്ടിയാൽ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിക്കുമോ? എന്റെ സുഹൃത്തുക്കളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. ഈ ചാനൽ ചർച്ചയിൽ വന്ന് കേരളത്തെ നോക്കി നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. പകരം നിങ്ങൾ അതിനെ തള്ളി പറയും. പക്ഷെ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ഇവരുമായിട്ടൊക്കെ ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് എത്ര ഉദാഹരണങ്ങളും തെളിവുകളും നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിൽ ഇന്ന് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി ആശയങ്ങൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയല്ല, VD സതീശനാണ്. VD സതീശനാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടത്? അതേ സതീശന്റെ മുഖത്തടിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെ വിഷയം ഇതൊന്നുമല്ല. ഈ രാജ്യം കുട്ടിച്ചോറായാലും, ഈ രാജ്യത്തിൽ വർഗീയ കലാപം ഉണ്ടായാലും, ഈ രാജ്യത്തെ ജനങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടാലും 10 രാജ്യദ്രോഹിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ, അത് ഞങ്ങൾക്ക് അനുകൂലമായി തീരുമെങ്കിൽ, പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു കൃത്യമായിട്ട്. അവർ കേവലം മതവിഭാഗം മാത്രമല്ല, അത് മതത്തിന്റെ അപ്പുറത്തേക്ക്. എല്ലാ മുസ്ലിങ്ങളെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI, അത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയാലും മറ്റാം മുസ്ലിം ലീഗ് ആയാലും ഇവരൊക്കെ ചേർത്തുന്ന ചിന്താധാര, അവർ ഒളിച്ചു കടത്തുന്ന മതരാഷ്ട്രവാദം തന്നെയാണ്. അതിനെ മെല്ലെ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവർ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. എന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഒന്നുകൂടി ഞാൻ ചോദിക്കും, അല്ല സർ, 1996 കേരളത്തില് 69 കേരളത്തില് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അന്ന് മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന EMSന്റെ തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്താണ്? ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു എന്നും, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ RSS വാദിയാണ്, ജനസംഘക്കാരനാണ് എന്ന അപരാധം കേൾക്കാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് ഹൃദയവേദനയോടെ ഞാൻ മലപ്പുറം ജില്ല കൊടുക്കേണ്ടി വന്നു. രാഷ്ട്രീയമായി ഞാൻ ചെയ്ത കുറ്റബോധത്തോടെ, ഞാൻ പേജ് നമ്പർ വേണമെങ്കിൽ പറയാം സർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന തന്റെ പുസ്തകത്തിൽ 236 മുതൽ 226 മുതൽ 30 വരെയുള്ള പേജുകളിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ സമ്മർദ്ദപ്പെടുത്തിയ രാഷ്ട്രീയ പശ്ചാത്തലം വിവരിക്കേണ്ടി വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണരാജെ, 10 വോട്ട് കിട്ടേണ്ടി വരുന്ന ഘട്ടം വരുമ്പോ, 2 ഗ്രാമപഞ്ചായത്ത് സീറ്റുകൾ അധികം ലഭിക്കേണ്ടി വരുമ്പോ ഇവരൊക്കെ കീഴടങ്ങേണ്ടി വരും, കീഴടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇത്തരം വേദികളിൽ വരുന്ന പാനലിസ്റ്റുകളുടെ ദുര്യോഗം നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് പരസ്യമായിട്ട് തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. കാസർഗോഡ് മുദ്രാവാക്യം തെറ്റാണെന്ന് ലീഗ് ഇതുവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? കോഴിക്കോട്ടെ വിവാഹം വ്യഭിചാരമല്ലെന്ന് ലീഗ് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ടോ? 21-ന് ഊരിയ കത്തി അറബിക്കടൽ എറിഞ്ഞിട്ടില്ലെന്ന് കേരളത്തെ മുദ്രാവാക്യം നോക്കി വിളിക്കുന്നത് തെറ്റാണ് എന്ന് ഇത്രയും കാലം ലീഗ് അണികളെ വിളക്കാൻ ലീഗ് തയ്യാറായിട്ടുണ്ടോ? സമയം വളരെ കുറവാണ്, അതുകൊണ്ട് ഇടപെടുന്നു ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ.